എല്ലാവർക്കും വെറൈറ്റി സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ലൂസ് പാൻറ് വെട്ടി വെച്ചിരുന്നു, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നമുക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ അകം പുറം, നമ്മൾ അകം പുറം ഇട്ട് ചീത്ത വശം ഇട്ടിട്ടാണ് വെട്ടിയത്. നമുക്ക് ചീത്ത വശം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ചീത്ത വശം ഇതിങ്ങനെ വിടർത്തുമ്പോൾ ഇങ്ങനെ വിടർത്തുമ്പോൾ ഇതിൻ്റെ ചീത്ത വശം ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അര ഇഞ്ച് വെച്ച് നമുക്ക് കാലിഞ്ചോളം നമുക്ക് അടിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിക്കുമ്പോൾ ചീത്ത വശം, നമ്മൾ ആ ചീത്ത വശം അടയാളപ്പെടുത്തിയത് ചീത്ത വശത്തു നിന്ന് ഉള്ളിലേക്കാക്കി അടിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ അടിക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് നമ്മൾ ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ അടിവശം 2 ഇഞ്ചാണ് മടക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് മേലിൽ നമ്മൾ 1 ഇഞ്ച് വെച്ച് 2 ഇഞ്ചാണ് എലാസ്റ്റിക്കിന് മടക്കാമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിലൊന്ന് 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണുള്ളത്. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് വീതി കൂടിയത് കൊണ്ട് മേലിൽ 1 ഇഞ്ചോളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് താഴെ 2 ഇഞ്ച് മടക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് കുറച്ച് വീതി കുറയ്ക്കുകയാണ്. നമ്മളൊരു ഇങ്ങനെ ഒരു പടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 ഇഞ്ച് വരുന്ന ഒരു പടി ഇവിടെ കൊടുക്കുകയാണ്. 3/4 ഇഞ്ച് പടി ആണ് നമ്മൾ ഇവിടെ കൊടുക്കണം. ഇത്രയുള്ള പടി നമ്മൾ കൊടുക്കുക കേട്ടോ. 2 എണ്ണത്തിൻ്റെയും അടിവശം നമുക്ക് 3/4 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. 3/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ച് തന്നെ നമ്മൾ കറക്റ്റ് അളവാണ് തുണിയൊക്കെ ഇട്ട് തയ്ക്കുന്നത്. അപ്പോൾ പാൻറ്റ് 3/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച് 1 ഇഞ്ചാണ് അപ്പോൾ നമ്മൾ 2 ചുരിദാറിൻ്റെ കാലിൻ്റെ അടിവശം 2 എണ്ണത്തിൻ്റെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. നോക്കുക, നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയാണ് ഞാൻ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കിത് അല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് 2 വിടർത്തിയിടുക, കാല് 2ൻ്റെയും നല്ല വശം വിടർത്തിയിടുക. അങ്ങനെയും ചെയ്യാം. എല്ലാത്തിലും ഞാൻ മറ്റപ്പാടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 2 എണ്ണത്തിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടിയിട്ടിട്ട് നല്ല വശമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാല് 2 ഇതുണ്ടോ, 2 എണ്ണത്തിൻ്റെ നല്ല വശങ്ങൾ കൂട്ടിയിടുക. എന്നിട്ട് ഇതിലൊരു സൈഡിൽ പിടിക്കുക. ഇവിടെ ആദ്യം അടിച്ചെടുക്കുക. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ടാണ് അടിക്കുന്നത്. ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാവുന്ന രീതിയിൽ
ഇത് 1/2 ഇഞ്ചിലാണ് അടിച്ചെടുക്കുക കേട്ടോ. കാലിഞ്ച് വിട്ടിട്ട് 1/4 ഇഞ്ചെല്ലാം അടിച്ചു. അപ്പോൾ 1/2 ഇഞ്ചെല്ലാം അടിച്ച് 1/4 ഇഞ്ച് ഇങ്ങോട്ട് പ്രസർ ചെയ്തിട്ട് 1/4 ഇഞ്ചിൻ്റെ ഇപ്പുറം അടിച്ചു. അങ്ങനെയാണ് ഞാൻ അടിച്ചെടുക്കുക. പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ട് നിർത്തിട്ടതിന് ശേഷം ഈ തുമ്പ് ഇതിനുള്ളിലേക്ക് ഒളിച്ച് അടിക്കും. ഈ തുമ്പ് ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കും. നന്നായിട്ട് പിടിച്ചു വിട്ടിട്ട് വേണം തയ്ക്കാൻ. അടിയിലൊന്നും തുണി കയറി പിടിക്കരുത്. തയ്ച്ചെടുക്കാം. 2 സൈഡും തയ്ച്ച് നൂലൊക്കെ അതിനുള്ളിലേക്ക് ഒളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് പിടിച്ചതിന് ശേഷം ഈ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെയാണ് പിടിച്ചെടുത്തേക്കുന്നത്. അപ്പം ഉള്ളിലേക്ക് നൂലൊന്നും നിൽക്കത്തില്ല. നമ്മുടെ എന്താ പറയുക, നൂലില്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു പോരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വൃത്തിയായിട്ട് അടിച്ചാൽ നല്ല ഇതായിട്ട് ഇരുന്നോളും. ഒരു വെള്ളത്തിനും കൂടി വേണേൽ നമുക്ക് ഇതാ ഈ സൈഡിൽ അത് പുറങ്ങാണി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് നല്ല ഇതായിട്ടിരിക്കും. അതേ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡും അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. ആകുമ്പോൾ നോക്കണം, മാറിപ്പോകാനിട വരരുത്. അകത്തൂടിയാണ് നമ്മൾ ആദ്യം അടിക്കുക. എന്നിട്ട് പുറത്ത് വെച്ചടിച്ചത് കേട്ടോ. നന്നായിട്ട് നൂല് വലിക്കുന്ന തുണിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തുണി നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് എപ്പോഴും നല്ലതായിട്ട്.
ഇനി ഈ സൈഡും നമ്മൾ അപ്പർ സൈഡ് അടിച്ചെടുത്ത പോലെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഉള്ളിലേക്ക് വെച്ച് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ ഈ സൈഡും അതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അടിച്ച വശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, 2 വശത്തിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ കോണിച്ച വശം ഇതുണ്ടോ ഇങ്ങനെയാണ് അടിച്ചെടുത്തേക്കുന്നത്. നമ്മളിത് നേരെ ഇങ്ങനെ പിടിക്കണം. നമ്മൾ പാൻറ്റിൻ്റെ ഒരു ഇത് ആയില്ലേ, കണ്ടോ, നമ്മൾ അടിച്ചെടുത്ത മേൽവശം, ഇത് താഴ്വശം. അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ അടിവശം അടിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ, നമുക്ക് എത്ര ഇതിന് നമ്മൾ ലൂസ് കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ലൂസ് കൊടുത്ത് തയ്ച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരുപാട് അയഞ്ഞ് കിടക്കണ്ട പാൻറ്, എന്നാൽ ലൂസായിരിക്കണം താനും. അപ്പോൾ നമ്മളിതിന് ഒരു 6 ഇഞ്ചാണ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തും. മേളിലോട്ടൊരു 10 ഇഞ്ച് വരെ കറക്റ്റ് കൊടുക്കാം. 15 എത്തുമ്പോൾ ഇച്ചിരി ചരിച്ച് കൊടുക്കാം. ഈ 6 ഇഞ്ച് തന്നെ കൊടുക്കാം. ഈ 10 ഇഞ്ച് വരെ കറക്റ്റ് 6 ഇഞ്ച് കൊടുക്കാം. 10 വരെ ഇവിടെയാണ് 15 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 10 ഇവിടെ, 10ലും നമുക്കൊരു 6 ഇഞ്ച് വരെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടത് 15ലേക്ക് ഇങ്ങനെ പതിയെ ചരിച്ച് കൊടുക്കാം. നല്ല തുടവണ്ണമുള്ള കുട്ടിയാണ്. അപ്പോൾ തുടയ്ക്ക് നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ നന്നായിട്ട് ലൂസായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഈ കാലും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്നാലാണ് അടിച്ചിങ് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആവും. 10 ഇഞ്ച് ഇവിടെ, 15 ഇവിടെ. ഇത് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് 6 ഇഞ്ച് കൊടുക്കാം. 6 ഇഞ്ച്, 6 ഇഞ്ച്. നമുക്കിതിങ്ങനെ തിരിച്ച് അടിച്ചെടുക്കും. വളരെ സിമ്പിളാണ് ഈ പാൻറ്. എളുപ്പത്തിൽ ഒരു പാൻറ് തയ്ച്ചിടാൻ പറ്റും. സേട്ടുവാനൊക്കെ തയ്ക്കുന്നതിലും വളരെ എളുപ്പമാണ്.
നന്നായിട്ട് നൂല് വലിയുന്ന തുണിയാണ്. അതുകൊണ്ട് ഈ നൂലിങ്ങനെ എഴുന്നേത് പോരുന്നതുകൊണ്ട് നമുക്ക് തന്നെ അത് ആ സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. തയ്യൽ തുമ്പ് നമുക്ക് വേണം, തീർച്ചയായിട്ടും വേണം. അവർക്കത് ഇത്തിരി കൂട്ടണയിലോ കുറയ്ക്കണയിലൊക്കെ തയ്യൽ തുമ്പ് വേണ്ടി വരും. അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് നന്നായിട്ട് ഇട്ട് തന്നെ നമ്മൾ തയ്ച്ചേക്കുന്നത്. ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്താൽ നൂല് പുറത്തേക്ക് പോകില്ല. നമുക്ക് ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ലാത്തവർക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അത് പുറത്തേക്കത് പോകില്ല. ഉണ്ടോ? അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. നൂലൊന്നും വലിഞ്ഞു പോകില്ല. നൂല് വലിഞ്ഞ് പോകുന്ന തുണിയാണ്, ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നോർത്തൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് കയ്യിലുള്ള തയ്യൽ വെച്ച് തന്നെ നമുക്ക് പോകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും. അപ്പോൾ നമ്മളിതേ താഴെ വരെ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്റ്റിച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അയച്ചു വിട്ടോട്ടെ എന്ന് വിചാരിച്ച്. നമ്മളിതിന് ഇലാസ്റ്റിക് വെക്കാനാണ് പോകുന്നത്. ഇലാസ്റ്റിക് വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചോ നമുക്കിവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് അടിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുള്ള നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഞാൻ എലാസ്റ്റിക് എടുത്തേക്കുന്നത് ഇതിൻ്റെ 2ആയിട്ട് മടക്കിയിടുമ്പോൾ ഇതിൻ്റെ പകുതിയും വളരെ കുറച്ചൊരിതും കൂടി എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നന്നായിട്ട് വലിയുന്ന ഇതാണ്, നല്ല വലിവുള്ള ഇതാണ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതിൻ്റെ പകുതിയാണ് എടുക്കാറ്. അല്ല, കാൽഭാഗം, പകുതിയുടെ കാൽഭാഗവും കൂടി എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. ഇവിടെ വെച്ച് കൊടുക്കാം നമുക്കിത് കറക്റ്റായി. ഇതിൽ ഇവിടേക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. അത് ഇവിടെ നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. എന്നിട്ടെങ്ങനെ വെച്ചിട്ട് പോലെ നമുക്ക് നന്നായിട്ട് ഉറപ്പോടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചു തിരിച്ച് വെച്ചിട്ട് നല്ല വലിയുന്ന ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ അധികം വലിച്ചു പിടിക്കുന്നില്ല. നമ്മൾ എലാസ്റ്റിക് വെച്ച് നല്ല ഇതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഇതാ ഇവിടെ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ 1/4 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് നമുക്ക് മടക്കി കൊടുക്കാം. എന്താ ഇങ്ങനെ ഇവിടുത്തെ 1/4 ഇഞ്ചിലേക്ക് ഇവിടത്തേക്ക് ഈ നേരെയുള്ള പോയിന്റിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം. കണ്ടോ? ആ എലാസ്റ്റിക് ഇതാ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വലിച്ചു പിടിച്ചിട്ട് ഇവിടെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കാം. ഇതാ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മൾ എലാസ്റ്റിക് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇതാണ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ അടിയിൽ മാത്രമാണ് ഒരെടുപ്പ് കൊടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് അടിക്കാം കേട്ടോ, നല്ല വൃത്തിയായിട്ടിരിക്കാൻ. ഇങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. നല്ല വൃത്തി ഉണ്ടാകും. കാണുമ്പോൾ നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിച്ച പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും.
നമ്മൾ ഇങ്ങനെ ഒരു അടുപ്പും കൂടി ഇട്ട് കൊടുത്തു, കണ്ടോ? ഇങ്ങനെ കൂടി തയ്ച്ചു. നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്നും കൂടി തയ്ച്ചു കൊടുക്കാം. നല്ല വൃത്തിയുണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ കാണുമ്പോൾ. കണ്ടോ? നമ്മൾ 3 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? നന്നായിട്ടിരിപ്പുണ്ട് 3 സ്റ്റിച്ച് ചെയ്തപ്പോൾ. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ പാൻറ്റിൻ്റെ ഇത് അടിവശം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്ക്കാൻ, ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ, നിങ്ങൾക്കൊക്കെ തുടക്കക്കാർക്ക് പോലും തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് തയ്ക്കുന്നത് എങ്ങനെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോന്ന് കാണിച്ചു തരുന്നത്. ഈ പാൻറ്റൊക്കെ നമുക്കെല്ലാവർക്കും തയ്ക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന പാൻറ്റാണ്. നിങ്ങളെല്ലാം ഇത് ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, ഞാൻ തരുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പുതിയൊരു എളുപ്പത്തിലുള്ളൊരു സ്റ്റിച്ചിങ് ഐഡിയ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.